ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അടൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. എന്ത് എന്ത് ബാഗാ? പൊട്ടൊന്നും ഇടാൻ അങ്ങനെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് എന്തോ പോലെയുണ്ട്. കുറച്ച് വലുതുമായി, അവളത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നാണ് ഹസ്ബൻഡിൻ്റെ കയ്യിലുള്ള ആ ഒരു സിസ്റ്റർ റിമൂവ് ചെയ്യുന്നത്. ഇവക്കുള്ള പാമ്പേഴ്സ് വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ പാമ്പേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഗോവ സ്റ്റോർ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അവിടെ ക്ലോസ് ആണ്. ഇപ്പം ആൾക്ക് പാമ്പേഴ്സ് ഇല്ല. ഇവിടെ നിന്ന് ഇപ്പോൾ വാങ്ങിയിട്ട് ഇടണം. ഇവക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് കുറേ വെക്കുകയൊന്നുമില്ല. ആവശ്യത്തിന് വേണ്ടത് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇവക്ക് നല്ല ഉറക്കമാണ്. പിന്നെ നമ്മൾ അടൂർ എത്തിയപ്പോൾ ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവിടെ എന്തോ റെഡി ആയിട്ടില്ല എന്ന് അവർ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പിന്നെ റൂമിൽ വന്നിട്ട് ഇവക്ക് നല്ല ഉറക്കമായിരുന്നു. ഇന്നിവിടെ എങ്ങനെ ഇരിക്കും എന്നറിയില്ല, കാരണം കറണ്ടില്ല. വൈകുന്നേരം വരും തോന്നുന്നു. അപ്പോൾ ഫുഡ് അവർ കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കഴിക്കണം. അവൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഓർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണിയാണ്. ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ പീസ് കുറച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊക്കോമിന ഇവിടെയുള്ള പേപ്പർ കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മിക്സിയിൽ അരക്കാതെയാണ് ഇന്ന് ചോറ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരാളിതാ പൂച്ചേനെ നോക്കി നിൽക്കുവാണ്. വെയിലൊക്കെ ആയതുകൊണ്ട് വന്നതിൻ്റെ ക്ഷീണമായിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ളതാണ്. പിന്നെ അകത്ത് കയറിയിട്ടത് ആള് ഫുൾ ഈ ഒരു കുപ്പിയും പിടിച്ചിട്ടാണ് നടത്തം. ഇവിടെ ഒരാളുടെ പെർച്ചേസ് ബില്ല് എൻ്റർ ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മൾ മുകളിൽ പോയിട്ട് ഇവളുടെ പേപ്പേഴ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് താഴെ വന്നതാണ്. സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അപ്പോൾ ഇവളാണെങ്കിൽ അവിടുത്തെ ഫ്രെയിമൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ളതാണ്. പിന്നെ സ്റ്റുഡിയോന്ന് ഞാൻ വീണ്ടും ഷോപ്പിലോട്ട് വന്നു. കുറച്ച് സമയം ഷോപ്പിലായിരുന്നു. കിയാരയ്ക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, കാരണം നല്ല ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ തൊണ്ടയ്ക്ക് എന്തോ ആവുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റുന്നേ ഇല്ല. നല്ല ഉറക്കവും വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു ടാബ്ലറ്റ് കഴിച്ചു, എന്നാലും കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഞാനും കുറച്ച് ഉറങ്ങി. ആൾ മൂടിലില്ല. ഇവിടെ ഒരാളിതാ കയ്യിലുള്ള രോമമൊക്കെ എടുത്ത് കളയുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കൈയിൻ്റെ ഹെയറും റിമൂവ് ചെയ്തു വീറ്റിൻ്റെ ക്രീം യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ കിയാരയ്ക്ക് ദോശ കൊടുക്കുന്നുള്ളതാണ്. ദോശയും കടലയും. അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ഇവളെയും കൊണ്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ബേക്കറിയിൽ താളി ഇവളുടെ കയ്യിൽ കോലുമിഠായി കൊടുത്തിട്ട് അത് കഴിക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, കാരണം എനിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അച്ഛനും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മസാല ദോശ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കിയാരയ്ക്ക് ഒരു ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളത് കഴിച്ചിട്ടൊന്നുമില്ല. ഹസ്ബൻഡിനോട് 6 മണിക്കൊരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ അതും കഴിച്ചിട്ട് TT ഒക്കെ എടുത്തിട്ടുള്ളതാണ്. നിങ്ങളോടല്ലേ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേ? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ആള് ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളതാണ്, വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിയാരത ഇവിടെ അച്ഛൻ്റെ കയ്യിലാണ്. ചില മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്കാണ് ഹസ്ബൻഡിന് വെക്കാനുള്ളതാണ്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും അതിന് തുടർന്ന് എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു ഡോസ് കൊടുക്കും. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ എന്താ നല്ല പെയിൻ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായതായിരുന്നു, കാരണം
ഇത്രയും നാളും എല്ലാവർക്കും ഇങ്ങനെ മെഡിസിൻസും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആൾ ഇപ്പം സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടുണ്ടായതായിരുന്നു. കാരണം നല്ല പെയിൻ ഉണ്ടെന്ന് ആൾക്ക് ഇന്നായിരിക്കും മനസ്സിലായത്. അതൊക്കെ കഴിഞ്ഞ് വിജേഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ വിജേഷിൻ്റെ ബൈക്കിൽ ഇരുന്നിട്ട് സ്വിച്ചൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത പോലെയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. പ്രിയ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ ഡോക്ടർ വന്നു. ഇതാണ് ഡോക്ടർ. പിന്നെ ആളിതാ ഇവിടെ കിടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ കയ്യിലെ ഞരമ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുള്ളതാണ് പ്രിയ, ഇഞ്ചക്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ BP ഒക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ, ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ശ്രുതിയാണെങ്കിൽ 4 മണിക്ക് പോയ ആൾ ഇപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസം ഈ ഒരു സംഭവം റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരുന്നു, ഒരു തമാശ പോലെ ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സമയം അടുത്തോണ്ട് വരുമ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നെ അനസ്തേഷ്യയും കൊടുത്തിട്ടുണ്ടായിരുന്നു ലോക്കലായിട്ട്. പക്ഷെ പെയിന് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ആളിങ്ങനെ പെയിൻ ഇതാവുമ്പോൾ എനിക്കിവിടെ കരച്ചിലായിരുന്നു വന്നുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ബ്ലഡൊക്കെ പോകുന്നത് കണ്ടിട്ടും എന്തോ ഒരു ഫീലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ആശ്വസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു അകത്തേക്ക്. പക്ഷെ എന്നെ അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം തലകറങ്ങി വീഴണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ. അപ്പോൾ ആൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. കണ്ണിൽ നിന്നൊക്കെ ഇതാ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കും എന്തോ സങ്കടമായിരുന്നു നല്ലോണം. പിന്നെ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാ ഇന്ന് തന്നെ എനിക്ക് ഈ ഒരു അവസ്ഥ വരുത്തിച്ചത്. കാരണം നല്ല ജലദോഷമായിരുന്നു. അപ്പോൾ ആ ഒരു ജലദോഷം ഇപ്പോഴും എനിക്ക് കുറഞ്ഞിട്ടില്ല. മരുന്നൊക്കെ എടുത്തിട്ടും കുറയുന്നില്ല. എടുത്തു കഴിഞ്ഞു പിന്നെയും ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ 3 കട്ട പോലെയുള്ള സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ജെല്ല് പോലെ ആയിരുന്നു. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ജെല്ല് പോലെ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടായതായിരുന്നു. അപ്പോൾ പ്രിയയും അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള സംഭവമാണിത്. പിന്നെ സ്റ്റിച്ച് ഇടുന്നുള്ളതാണ്. അപ്പോൾ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ടോട്ടല്. അപ്പോൾ നല്ല പെയിനും ഉണ്ടായിരുന്നു ആൾക്കത് ഇടുമ്പോൾ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഇത്ര ചെറുതല്ല, ഇത് വലുതായിരുന്നു. അത് ഡോക്ടർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത്ര ചെറുതാക്കിയതാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ജെല്ലി പോലെ വരും. പക്ഷേ ഇത് ഓൾറെഡി പ്രസ് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതേപോലത്തെ 3 ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ എല്ലാവരും ഇവിടെ ഉണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആൾക്ക് നല്ല പെയിനും ഉണ്ട്. കിയാരൊക്കെ ആണെങ്കിൽ ഉറക്കവും ഇല്ല, അച്ഛൻ്റെ കയ്യിലായിരുന്നു. പിന്നെ അകത്തേക്ക് കൊടുത്ത സാധനങ്ങളൊക്കെ ബില്ലടിച്ച് വെക്കുന്നുള്ളതാണ് ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ.